നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഇപ്പോൾ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനപ്പെട്ട അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ കാത്തു നിൽക്കുന്ന ആളുകൾ, അടുത്ത മാസങ്ങളിൽ 60 വയസ്സ് തികയുന്ന ആളുകൾ, വിധവാ പെൻഷൻ അപേക്ഷിക്കാൻ കാത്തു നിൽക്കുന്ന ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ മെയ് മാസത്തിലെ 3200 രൂപ എന്നവരുടെ അക്കൗണ്ടുകളിൽ എത്തുക, ആർക്കെല്ലാമാണ് എത്തുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസത്തെ പെൻഷനാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ 2 മാസത്തെ പെൻഷനായ 3200 രൂപയാണ് അവരുടെ മെയ് മാസത്തിൽ അവരുടെ അക്കൗണ്ടിൽ എത്തുന്നത്. ഇന്ന് എത്തുമെന്നാണ് സർക്കാർ ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും ഇതുവരെയും പെൻഷൻ എത്തിയിട്ടില്ലെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ പണം തന്നെ അവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നതാണ്. കറക്റ്റായി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ, അതുപോലെ തന്നെ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്ത ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം, ഈ സർക്കാരിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ വീഡിയോ കാണാൻ മറ്റാരുടെയോ കുടുംബത്തിലോ എല്ലാം 60 വയസ്സ് തികഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവർക്ക് വിധവാ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സർക്കാർ ഒരുപാട് ആളുടെ പെൻഷൻ തള്ളിയിരുന്നു. അവർക്ക് വീണ്ടും ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അപേക്ഷിച്ച ഒരുപാട് ആളുകൾക്ക് ഈ അടുത്ത കാലത്ത് അപ്രൂവലുമായിട്ടുണ്ട്. നമുക്കറിയാം, പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ കൂടുതൽ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനാണ് ഓരോ ഭരണസമിതിയും തയ്യാറാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെ നിങ്ങൾക്ക് സമീപിക്കാം. വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, വയസ്സ് തെളിയിക്കുന്ന രേഖ, അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫ് എന്നിങ്ങനെയെല്ലാം കൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു, പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻഷൻ ഐ ഡി നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരികയും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് അന്വേഷണം നടത്തി നമ്മൾ കൊടുത്ത അക്ഷയയിൽ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പെൻഷൻ ഐ ഡി ലഭിക്കും. ആ പെൻഷൻ ഐ ഡി നമ്മൾ മസ്റ്റും പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിധവാ പെൻഷൻ അപേക്ഷിക്കാൻ നിൽക്കുന്ന ആളുകൾക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ രൂപത്തിലുള്ള പെൻഷനും ഇപ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെൻഷൻ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 280 രൂപയിലേക്ക് എത്താൻ സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൻ്റെ 5ാം വാർഷികാഘോഷം കഴിയുമ്പോഴൊക്കെ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.